വാപ്പ ആനപ്പുറത്ത് കയറി എന്ന് പറഞ്ഞാൽ മോൻ്റെ തഴമ്പ് വരത്തില്ലല്ലോ. അതാണ് സത്യാവസ്ഥ. നാളെ വലിയൊരു വിപത്ത് നിങ്ങൾ തറയും. കാര്യം നിങ്ങളുടെ ജീവിതം അബ്രോഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് മറ്റേ നമ്മുടെ ഈ കൊറിയർ ഡെലിവറി അല്ല, അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ നാളെ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. മനസ്സിലായോ? സഫർ ചെയ്യുമ്പോൾ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ കൺസൾട്ടന്റുമാരുണ്ടാവത്തില്ല. അത് മനസ്സിലാക്കുക മക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക. ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഫ്ലോസ് ഉണ്ട്, ശരിയാണ്. പക്ഷെ അതിന് ജോർജിയ അതിനകത്ത് പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനാണ്? അത് കച്ചവട അടിസ്ഥാനം. ഞാനും ജർമ്മനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്, ശരിയാണ്. ജർമ്മൻ്റെ ഫ്ലോസ് ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ കച്ചവടം പിടിക്കാൻ നോക്കിയിട്ടില്ല. ഇതേപോലെ ഫേക്കായിട്ട് പല രീതിക്ക് ഒരു ഉണ്ട അറിഞ്ഞുകൂടെങ്കിലും എല്ലാം അറിയാമെന്ന് ധരിക്കുന്ന കുറേമാരുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരുമായിട്ട് അഡ്മിഷൻ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നിങ്ങൾ ചിന്തിക്കുക. അബ്രോഡ് എഡ്യൂക്കേഷൻ നോക്കുന്ന എല്ലാ സ്റ്റുഡൻറ്റും, ജോർജിയ മാത്രമല്ല എല്ലാ സ്റ്റുഡൻസിനോട് എനിക്ക് ഒറ്റ അഡ്വൈസേ ഉള്ളൂ. നിങ്ങൾ ഒരു രാജ്യത്തോട്ട് നോക്കുന്നതിന് മുമ്പ് അവിടുത്തെ കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ കണ്ടമാന ഏജൻസ് ഇമാതിരി ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് താളത്തിനൊത്ത് തുള്ളുന്ന കണക്കായി പോകരുത് കാര്യങ്ങൾ. 15 ദിവസത്തിനകത്ത് ജോർജിയക്ക് പഠിക്കാൻ വരാൻ വേണ്ടി VFS ത്രൂ അപ്ലൈ ചെയ്താൽ വിസ കിട്ടും എന്നാണ് ഇവിടെ ഒരു ഏജൻറ്റ്, ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് സ്റ്റുഡൻസിനോട് പറഞ്ഞ് പിള്ളേരെ പഠിക്കുന്നത്. ഈ VFS ത്രൂ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 15 ദിവസം കൊണ്ട് വിസ കിട്ടാൻ പോകുന്നില്ല. പിന്നെ VFS എന്ന് പറഞ്ഞാൽ എംബസിയുടെ, ജോർജിയൻ എംബസിയുടെ ഒരു ഔട്ട്സോഴ്സ്ഡ് ഏജൻറ്റാണ്. സോ നിങ്ങൾ ഈ പേപ്പർ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് VFS അണ്ടറിൽ വെരിഫൈ ചെയ്ത് അതിൻ്റെ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ നടത്തി എല്ലാം കറക്റ്റാണെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം എംബസിക്ക് അയക്കും. ഇങ്ങനെയാണ് വരുന്നത്. സോ നിങ്ങൾ എംബസി ത്രൂ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ കണക്ക് 15 to 30 ദിവസത്തിനകത്ത് കിട്ടും. അത് ഡയറക്റ്റ് ഡൽഹി എംബസി സബ്മിഷൻ നടത്തുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പോയിന്റ് നിങ്ങൾ ആലോചിച്ച് വയ്ക്കാം. ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഫാക്ടറുകളുണ്ട്. ഇതൊന്നും ഈ പർട്ടിക്കുലർ ഏജൻറ്റ് പോലും ഇയാളുടെ ഒരു സ്റ്റുഡൻറ്റ് ജോർജിയയിൽ വന്നിട്ട് TRC ചെയ്ത് കൊടുത്തില്ല. ആ സ്റ്റുഡൻറ്റ് ഇല്ലീഗലായിട്ട് നിൽക്കേണ്ട അവസ്ഥ വന്നപ്പോഴത്തേക്കും വിസയുടെ ടൈം പീരീഡ് തീരാറായപ്പോഴത്തേക്കും തിരിച്ച് കയറി പോകേണ്ടി വന്നു. ആലോചിച്ച് നോക്കുക. ഇതേപോലെ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ കഥകൾ ജോർജിയയിലുണ്ട്. ഞാൻ ഈ വീഡിയോ നെഗറ്റീവ് അടിക്കാൻ വേണ്ടി, ജോർജിയയെ പറ്റി നെഗറ്റീവ് അടിക്കാനല്ല ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. എൻ്റെ പ്രൊഫൈൽ കണ്ട ഇവിടുത്തെ മെയിൻ കൺസൾട്ടൻസ് എല്ലാം പറയുന്നത് വെച്ചാൽ ഞാനിവിടെ ജോർജിയയെ പറ്റി നെഗറ്റീവ് അടിക്കാൻ വേണ്ടി വീഡിയോ ഉണ്ടാക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ റിയാലിറ്റി പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. റിയാലിറ്റി പുറത്തു കൊണ്ടുവരുമ്പോഴത്തേക്കും പല ഏജൻസിൻ്റെയും കച്ചവടം കുറവായിരിക്കും, അവരുടെ അഫക്റ്റ് എന്തെങ്കിലും വാട്ടെവർ. ബട്ട് ഈ റിയാലിറ്റി പുറത്ത് കൊണ്ടുവരണം. ഇനി ഇതേപോലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവാൻ പാടില്ല.